കോൺഗ്രസ് അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നു. നവകേരള സദസ്സിൽ സർക്കാർ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. പ്രതിപക്ഷം യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസും പ്രതിപക്ഷത്തിനെതിരെയും ആഞ്ഞടിക്കുന്നു. പക്ഷേ പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നത് തെരുവിലാണ്. ഇന്ന് സെക്രട്ടേറിയറ്റ് അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധമായി മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. കല്യാശ്ശേരി മുതൽ കൊല്ലത്ത് വരെ കിട്ടിയതിന് എണ്ണി കണക്ക് ചോദിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അല്പസമയം മുമ്പ് LDF ചെയർമാൻ LDF കൺവീനർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എണ്ണി തിരിച്ചും വാങ്ങും എന്നാണ്. അങ്ങനെ സദസ്സോടനുബന്ധിച്ച് അടിയും തിരിച്ചടിയുമായി കാര്യങ്ങൾ മാറുകയാണോ? അടിക്ക് തിരിച്ചടിയായോ എന്നാണ് ജനസഭ ചോദിക്കുന്നത്. വിപ്ലവങ്ങളുടെ മണ്ണിൽ, പോരാട്ടങ്ങളുടെ മണ്ണിൽ നിന്നുകൊണ്ട്, ആറ്റിങ്ങലിൽ നിന്നുകൊണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനസഭ ചോദിക്കുന്നു, അടിക്ക് തിരിച്ചടിയായോ? ജനസഭയിൽ ഇന്ന് നമുക്കൊപ്പം ഞങ്ങളുടെ റിപ്പോർട്ടർമാർ PR പ്രവീണ, അർജുൻ മട്ടന്നൂർ, ഒപ്പം മുബഷീർ, ഒപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. CPM-ൽ നിന്നും LS ലിജു, RSPയിൽ നിന്നും UDF-ൽ നിന്നും KS സനൽകുമാർ, BJP-യിൽ നിന്നും BG വിഷ്ണു എന്നിവർ. ആദ്യം ഞാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാരിലേക്ക് പോയി വരാം. PR പ്രവീണ, ഇന്ന് തലസ്ഥാന നഗരി കണ്ടത് എന്താണ്? തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ, അതായത് രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ മാർച്ച്, അത് യൂത്ത് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞ്, അതായത് അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ ശേഷം കൊല്ലത്ത് കൊടുത്തു. അതിനുശേഷം തിരുവനന്തപുരത്തുള്ള മാർച്ച് ഏതാണ്ട് 5 മണിക്കൂർ തിരുവനന്തപുരം നഗരത്തെ ഒരുപക്ഷെ നിശ്ചലമാക്കിയ മാർച്ച്. 1 ഇഞ്ച് പിന്മാറാൻ തയ്യാറായില്ല. പക്ഷെ ഒരു കാര്യം പറയണം, തുടക്കത്തിൽ സംയമനം പാലിച്ചാണ് പോലീസ് നിന്നത്. പക്ഷെ പോലീസിനെ അങ്ങോട്ട് പോയി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. തുടർന്ന് അവർ ലാത്തി വീശുന്നു, പരിക്കേൽക്കുന്നു. ചിലർ ഓടി തൊട്ടടുത്ത കടയുടെ ഉള്ളിലേക്ക് കയറുന്നു. അതിനുശേഷം ഇത് രാഹുൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ താൻ അതിനിടയ്ക്ക് പോയി കയറുമ്പോൾ തന്നെ തലക്കടിച്ചു, പോലീസ് തലക്കടിച്ചു. വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയുടെ കാലിന് പൊട്ടലുണ്ട്. കുറച്ച് 2 സ്ത്രീകളെ കരുതൽ തടങ്കലിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷം പ്രവർത്തകർ DCC ഓഫീസിലേക്ക് എത്തുന്നു. അവിടേക്ക് പോലീസ് എത്തുമ്പോൾ ഇതിനകത്ത് നിന്നും ഒരാളെയും പിടിച്ചുകൊണ്ടുപോകാൻ സമ്മതിക്കില്ല, ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ തന്നെ പുറത്തുവിടുമെന്ന് പറയുന്നു. അവിടെയും മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ. ഒടുവിൽ അവർ പിന്മാറുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് ഈ അടുത്ത കാലത്ത്, അതായത് ഏതാണ്ട് ഒരു 2-2.5 വർഷത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് ആക്റ്റീവായ ഒരു സമരം, പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക്, പ്രതിപക്ഷ യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് നിലപാട് പറഞ്ഞു ചെയ്തൊരു സമരം. 2.5 വർഷത്തിന് ശേഷം യൂത്ത് കോൺഗ്രസിനെ തെരുവിൽ ഇത്രയും അധികം ആവേശത്തോടു കൂടി കാണാനായ ഒരു ദിവസം കൂടി. അതെ. അർജുൻ ഇന്ന് പോയത് ഏത് മണ്ഡലത്തിലാണ്? എന്തായിരുന്നു അവിടുത്തെ കാഴ്ച? ഞാനിന്ന് പോയത് ചടയമംഗലം മണ്ഡലത്തിലായിരുന്നു. കടക്കലിലായിരുന്നു പരിപാടി നടന്നത്. അവിടെ മുഖ്യമന്ത്രി ഈ സമരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ അക്രമത്തെക്കുറിച്ചോ കാര്യമായി പരാമർശിച്ചില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് തൊട്ട് മുൻപ് സംസാരിച്ചത് ധനമന്ത്രി KN ബാലഗോപാലാണ്. അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് നടക്കുന്നത് അഴിഞ്ഞാട്ടമാണെന്നും നേരത്തെ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ CPM-ഓ DYFI-യോ SFI-യോ എവിടെയും പ്രതിഷേധിച്ചിരുന്നില്ല എന്നും പറഞ്ഞു. മാത്രവുമല്ല, മറ്റൊരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് ഇവരുടെ ആവശ്യം? ഈ സമരം ചെയ്യുന്നവരുടെ ആവശ്യം എന്താണ്? ഇവർ ഒരു ഭാഗത്ത് നവകേരള സദസ്സിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ എന്താണ് അവർക്ക് പറയേണ്ട രാഷ്ട്രീയവും കണക്കുകളും കൃത്യമായി എണ്ണമിട്ട് പറയുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് ഈ കാരണങ്ങൾ കൃത്യമായി പറയുന്നില്ല എന്നൊരാക്ഷേപമാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് മുന്നോട്ട് വെച്ചത്. മുബഷീർ പോയത് ഇരവിപുരത്താണ്. ഇരവിപുരത്ത് നൗഷാദിന്റെ മണ്ഡലമാണ്. LDF-ന് വളരെ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ മുഖ്യമന്ത്രി എന്താണ് സംസാരിച്ചത്? മുഖ്യമന്ത്രി പ്രധാനമായും മറ്റു മണ്ഡലങ്ങൾ സംസാരിച്ച സമാനമായ രീതിയിലുള്ള പ്രസംഗം തന്നെയാണ് അവിടെ നടത്തിയത്. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് വടക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിലെത്തി അവിടെ നിന്നും തെക്കൻ കേരളത്തിലെത്തുന്ന സമയത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റം പ്രസംഗങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വികസന കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനിടയിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്, പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്, സംസ്ഥാന സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പ്രതിശീർഷ വരുമാനം സംസ്ഥാനത്ത് വർദ്ധിച്ചിട്ടുണ്ട്, ആഭ്യന്തര വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം നൽകേണ്ട തുകയിൽ കൃത്യമായ വെട്ടിക്കുറവുണ്ടായതുകൊണ്ട് തന്നെ അത് പല രീതിയിൽ സംസ്ഥാനത്തെ ബാധിക്കുന്നുണ്ട്. അത് സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് UDF തിരിച്ചറിയുന്നില്ല. പല ഘട്ടങ്ങളിൽ UDF-നോട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും UDF ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറായിട്ടില്ല. കേരള വിരുദ്ധ സമീപനമാണ് UDF-ഉം കോൺഗ്രസും സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും അത്തരം പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവ് നടത്തുന്നു. ഇത് ജനം തിരിച്ചറിയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കൂടാതെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDF-ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് കൃത്യമായി സൂചന നൽകുന്ന ഒരു പ്രതികരണവും മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൽ നടത്തി എന്നുള്ളത്. പ്രവീണ, ഒരു കാര്യം കൂടി, ഇന്ന് പ്രസ് മീറ്റിന് PR പ്രവീണയാണ് പോയത്. മുഖ്യമന്ത്രി ഇന്ന് പ്രസ് മീറ്റിൽ പറഞ്ഞത്
മെഡിക്കൽ സർവീസ് ബോർഡ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അല്ലേ? ഇന്ന് പ്രസ് മീറ്റ് ഉണ്ടായിരുന്നില്ല, ക്യാബിനറ്റ് ആയിരുന്നു. ക്യാബിനറ്റിൽ തീരുമാനം മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ്, അതായത് മെഡിക്കൽ കോളേജുകളിൽ 270 തസ്തികകൾ കൂടുതലായി സൃഷ്ടിക്കുമെന്നുള്ളതാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അല്ല, മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ സെക്ടർ, അതായത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കും 270. കാരണം അതിപ്പോൾ സൃഷ്ടിച്ചില്ലെങ്കിൽ കോന്നി അടക്കമുള്ള ഇടങ്ങളിൽ അനുവദിച്ച MBBS ബാച്ചിന്റെ അംഗീകാരം നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് കയറുമ്പോൾ ഡോക്ടർമാരടക്കം സമരത്തിലാണ്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അവരുടെ ചട്ടപ്പടി സമരം തുടരുകയാണ്. അതിനൊരു പരിഹാരം കൂടി കാണാനാകണം ഇത്തരമൊരു തീരുമാനമെടുത്തത്. നഗര ആസൂത്രണത്തിന് വേണ്ടിയിട്ട് നഗര നയം കൊണ്ടുവരുന്നതിന് ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നു. ശരി, സനൽകുമാർ, നമ്മൾ ചർച്ചയിലേക്ക് എത്തിയാൽ ഇന്ന് എന്താണ് തിരുവനന്തപുരത്ത് കണ്ടത്? നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട യൂത്ത് കോൺഗ്രസ് 2.5 വർഷത്തിന് ശേഷം പുതിയ നേതൃത്വം എത്തിയതിന്റെ ഒരു അരങ്ങേറ്റമാണോ അവിടെ കണ്ടത്? അവരെന്തിനാണ് പോലീസിനെ ഇത്ര പ്രകോപിപ്പിച്ചത്? അങ്ങനെയല്ല, അങ്ങനെ ഒരു പുതിയ സമിതി വന്നുകൊണ്ടുള്ള പ്രതിഷേധം അങ്ങനെ ആയിരുന്നില്ല. സാധാരണ നിലയിൽ എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും നടത്തുന്ന പോലുള്ള ഒരു സമരമാണ് നടത്തി വന്നത്. ആ നടത്തി വന്നപ്പോൾ സ്വാഭാവികമായി അറിയാം, കഴിഞ്ഞ മാസം 18-ാം തീയതി മുതൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ 1-2 പേര് മുഖ്യമന്ത്രി പോലെ അദ്ദേഹം കളിയാക്കുന്ന പോലെ 1-2 നേതാക്കന്മാർ കരികടി കാണിച്ചപ്പോൾ അവരെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു, ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചു. വികലാംഗനായിട്ടുള്ള അജികുമാറിനെ അവനിങ്ങനെ ഇഴച്ചുകൊണ്ട് പോലീസ് പുറകെ നിന്ന് കാലുകൊണ്ട് ചവിട്ടി തൊടിക്കുന്ന രംഗം കേരളത്തിലെ അമ്മമാരുടെ ഹൃദയവേദന പകരുന്നൊരു രംഗമായി. ആ രംഗത്തിന്റെ ആവേശം ചിലപ്പോൾ ഉണ്ടായിരിക്കാം മുദ്രാവാക്യം വിളിയിൽ. ആ മുദ്രാവാക്യം വിളി കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിയമം കയ്യിലെടുക്കുമെന്നാണ്. നിയമം കയ്യിലെടുക്കുമെന്ന് നമ്മളീ പറഞ്ഞു. സ്വാഭാവികമായും നമ്മളോടൊപ്പം നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ നിർത്തണം. ഇങ്ങനെ തെരുവിലിട്ട് DYFIക്കാർ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുമ്പോൾ അവരെ നിർത്തിയില്ലെങ്കിൽ ആ പാർട്ടി പിരിച്ചുവിടേണ്ട വേണ്ടി വരും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് അത് പറഞ്ഞേ മതിയാവും. അത് സ്വാഭാവികമായ ഒന്നാണ്. പക്ഷേ അതുമൂലം കേരളത്തിന് തെരുവുകളിൽ നാളെ മുതൽ ഈ പറയുന്ന തെരുവ് യുദ്ധമാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താവും? തെരുവിദ്യ ആരാവും? നാളെ DYFI ഇപ്പോൾ LDF കൺവീനർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ND വാങ്ങിച്ചോളാനാണ്. അങ്ങനെയാണെങ്കിൽ ND കോൺഗ്രസ് വാങ്ങിച്ചോളാം. മുഖ്യമന്ത്രിയാണ് തെരുവ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തത്. എന്താ പറഞ്ഞത്? തുടക്കം കുറിച്ച മുഖ്യമന്ത്രിയാണ്. മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നാളെ നിങ്ങൾ തുടരണം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അങ്ങനെ പറയാൻ പാടില്ല. അപ്പോ ലിജു, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമം കയ്യിലെടുക്കാൻ ആഹ്വാനം ചെയ്തുവെന്ന് മന്ത്രിമാരും ഇപ്പോൾ LDF കൺവീനറും പറയുമ്പോൾ ഇത് ആദ്യം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. കല്യാശ്ശേരിയിൽ എരിപുരത്ത് നടന്ന ആക്രമണത്തെ തുടർന്ന് മുഖ്യമന്ത്രി നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, മാതൃകാപരമായ രക്ഷാപ്രവർത്തനം ഇനിയും ഇത് തുടരണം. എന്ത് തുടരണം? പൂച്ചട്ടി വെച്ച് ഹെൽമറ്റ് വെച്ച് ഈ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരുടെ തലയടിച്ച് പൊളിക്കണമെന്ന് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയല്ലേ? ഇന്ന് ആ മുഖ്യമന്ത്രി പറഞ്ഞതിന് 32ാമത്തെ ദിവസമല്ലേ പ്രതിപക്ഷ നേതാവ് മറുപടി കൊടുത്തത്? അല്ല, ഈ പറഞ്ഞ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസും പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും പല തവണകളായി ഇതിനെ ആക്രമിക്കാനുള്ള വലിയൊരു പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ട, അവിടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ബസ്സിന് മുമ്പിലേക്ക് ചാടിയവരെ രക്ഷപ്പെടുത്തുന്ന നിലയിലാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ അതാണ് സംഭവിച്ചത്. പിന്നീട് എനിക്ക് തോന്നുന്നു, പിന്നീട് അതിനുശേഷം കരിങ്കൊടിയുമായി പിന്നെ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി തയ്യാറായി യൂത്ത് കോൺഗ്രസ്സുകാർ വന്നു. അതാണ് പിന്നീട് തലക്കടിച്ചതോ? അത് സംഭവിച്ചെന്താ? അവിടെ നടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ തള്ളിന്റെ ഭാഗമായി ഉണ്ടായതാണ്. ഈ നിലയിൽ അവിടെ തള്ളി മാറ്റി അതിന് നമുക്ക് കാണുമ്പോൾ അറിയാം യഥാർത്ഥത്തിൽ തള്ളി മാറ്റുകയാണ്. തള്ളി മാറ്റുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരും അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരുമായി DYFI തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. നവകേരള സദസ്സിനകത്തേക്ക് വരുന്നത് സാധാരണപ്പെട്ടവരാണ്, ജനങ്ങളാണ്. അവിടെ ഒരുപാട് വോളണ്ടിയർമാരുണ്ട്. നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള വോളണ്ടിയർമാരാണ്. അതെ, വോളണ്ടിയർമാരാണ്. ആ വോളണ്ടിയർമാർ അവിടെ അപ്പോഴുണ്ടായിരുന്ന രംഗത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ബസ്സിന് മുമ്പിൽ ചാടിയാൽ ഇന്ന് നമ്മൾ നടത്തുന്ന ചർച്ച അതായിരിക്കും. സ്വാഭാവികം ആ ചർച്ച ഉണ്ടാകരുത്. കേരളത്തിനകത്ത് നവകേരള സദസ്സ് തുടങ്ങി ബസ് ഇടിച്ച ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് ഉണ്ടാകാതിരിക്കാൻ അവിടെ വന്നിട്ടുള്ള വോളണ്ടിയേഴ്സ് തള്ളിമാറ്റുന്ന പരസ്പരം ഒരു മനുഷ്യൻ കരിങ്കൊടിയുമായിട്ട് അല്ല, അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പുറത്തുനിന്ന് പോയി അത്തരം കാര്യങ്ങളെയൊക്കെ ജോബിന്റെ വീട് തല്ലിപ്പൊളിക്കുന്നത് എന്ത് ലക്ഷം? അല്ല, ഈ പറഞ്ഞ വികലാംഗന ചവിട്ടിയ വിഷയം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ചവിട്ടി ഉദ്യോഗസ്ഥനെതിരെ നടപടി അല്ലെങ്കിൽ ചവിട്ടി നടപടി അല്ല, അത്തരം കാര്യങ്ങളൊക്കെ അത് ആരാണെന്ന് പരിശോധിച്ച് ഞങ്ങൾ അത്തരം കാര്യങ്ങളെ പ്രവർത്തകരെ മർദ്ദിച്ച അനിലിനെതിരെയും ഒപ്പം സന്ദീപിനെതിരെയും നിങ്ങൾ നടപടിയെടുത്തോ? അല്ല, ഞങ്ങൾ ഇവിടെ അത് ആരാണെന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം നടപടി എടുക്കേണ്ട വിഷയമാണെങ്കിൽ നടപടി എടുക്കും. അത് ഞങ്ങൾ ആ നിലയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അത് അങ്ങനെ തന്നെ കാണുന്നുള്ളത്. ഇന്ന് നടന്ന അതാണോ?
ഇന്ന് നടന്നിട്ടുള്ള ഈ വിഷയം യഥാർത്ഥത്തിൽ പ്രവർത്തകനായ പരിശോധിക്കണം നമ്മൾ. പെൺകുട്ടിയെ മോളെ നീ വിഷമിക്കേണ്ട കരയേണ്ടെന്ന് പറഞ്ഞ് ഇത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ഫീഡിംഗ് ബോട്ടിലൂടെ കൊടുത്താ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അല്ല, അത് പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ആക്ഷേപിക്കാൻ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ ശരീരത്തിൽ വസ്ത്രമടക്കം വനിതാ പോലീസുകാർ വലിച്ചു കീറുന്നതുണ്ടായി. അല്ല, അത് വനിതാ പോലീസുമായിട്ടുള്ള പിടിവലി നടക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സമരത്തിലേക്ക് മുന്നോട്ട് വരുന്ന ആളുകൾ ഇവിടെ വന്ന് പൂമാലയും അല്ലെങ്കിൽ ലഡു വിതരണവും നടത്തി പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പോലീസ് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന അല്ലല്ലോ. അപ്പൊ സമരമായി അവർ മുന്നോട്ട് വരുമ്പോൾ അതിന്റേതായ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകും. ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണല്ലോ. വനിതാ പോലീസാണ് അവിടെ യഥാർത്ഥത്തിൽ ആ വനിതയുടെ അങ്ങോട്ട് പിടിച്ചു മാറ്റുന്ന സ്ഥിതി ഉണ്ടായത്. പിടിച്ചു മാറ്റുന്ന സ്ഥിതി എന്താണ്? ബസിന്റെ മുമ്പിൽ ചാടുകയാണ്. അവിടെ നിന്നും പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ബസിന്റെ മുമ്പിലേക്ക് ഈ വനിത എടുത്തു ചാടുന്ന സ്ഥിതി ഉണ്ടായി. സ്വാഭാവികമായി പിടിച്ചു മാറ്റണ്ടേ? അങ്ങനെ വനിതാ പോലീസ് പിടിച്ചു മാറ്റുന്നു. അതിനിടയിൽ എന്ത് ചെയ്തു? വസ്ത്രം കീറുന്ന സ്ഥിതി ഉണ്ടായി. ഇതൊക്കെ ഈ സമരത്തിനകത്തുള്ള മറ്റൊന്ന് ഒരു കാര്യം ഇന്ന് സംഭവിച്ചത് അല്ലല്ല, സംഭവിച്ചതാണ്. അതിന്റെ വിഷ്വലുണ്ട്. ആ വിഷ്വലുണ്ടല്ലോ. ആ പെൺകുട്ടിയുടെ മുകളിൽ കിടക്കുന്ന ആ വസ്ത്രം വലിച്ചെടുക്കുകയാണ്, വലിച്ചു കീറുകയാണ്. പിടിച്ചു മാറുമ്പോൾ പിടിച്ചു മാറുമ്പോൾ പിരിയുന്നതാണ് വലിച്ചു കീറുന്നതെന്ന് പറയുന്നത്. അല്ല, പിടിക്കാതിരുന്ന തൊടാതെ വണ്ടിയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ പറ്റുമോ? ഉദാഹരണത്തിന് താങ്കൾ ഈ ഒരു വണ്ടിയുടെ മുന്നിൽ എടുത്തു കയറാൻ പോകുന്നു. ഞാൻ താങ്കളെ പിടിക്കുമ്പോൾ ഈ ഉടുപ്പിൽ തൊടാതെ പിടിക്കും. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാ വരുന്നത്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിടിച്ചത് വനിതാ പോലീസുകാരാണ്. വനിതാ പോലീസ് അല്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ. ആ ദൃശ്യങ്ങളിലുണ്ട്. ശ്രദ്ധയും കാണുമ്പോൾ വ്യക്തമായിട്ടുണ്ട്. വനിതാ പോലീസുകാരല്ലാതെ പുരുഷ പോലീസുകാർ ആ പെൺകുട്ടിയുടെ ശരീരത്തെ സ്പർശിച്ചിട്ടില്ല. അതിനുശേഷമോ? അതിനുശേഷം സ്പർശിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ സംഭവിച്ചത്? പിങ്ക് പോലീസ് വാഹനത്തെ കൊണ്ടുപോകുമ്പോഴാണ് DCC ഓഫീസിന്റെ മുമ്പിൽ വെച്ച് ആ വാഹനത്തെ അടിച്ചു ചേർക്കാൻ അതിനകത്തിരുന്നത് വനിതാ പോലീസുകാരാണ്. അവിടെ നോക്കണ്ട. പക്ഷെ നിങ്ങൾ പോലീസിനെ ആക്രമിച്ച ദൃശ്യങ്ങളുണ്ടോ? പിങ്ക് പോലീസിനെ ആക്രമിച്ചു എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു. ഞാൻ സൂചിപ്പിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ സംഭവിച്ചല്ലോ. വനിതാ പോലീസിനെയാണല്ലോ. എവിടെയാണ് അടിച്ചു പൊട്ടിച്ചത്? CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് ഫ്രണ്ടിൽ പോയി ഈ പറഞ്ഞ പോലീസുകാർക്ക് ഇങ്ങനെ ആക്രമിക്കുന്ന ബാരിക്കേഡ്. ഞങ്ങളുടെ പ്രവർത്തകർ CPM-ന്റെ ഓഫീസിന് മുമ്പിലേക്ക് പോയില്ല ആ സമയത്ത്. കൊല്ലം ജില്ല അല്ല തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയ ആൾക്കാരെ തിരക്കി ചൈത്ര കോടിയേരി ബാലകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഭീഷണിപ്പെടുത്തിയ സംഭവമുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ഇറക്കിക്കൊണ്ടുപോയ DCC ഓഫീസിന്റെ അകത്തേക്ക് കയറി ചെന്നാൽ സ്വാഭാവികമായി എന്തായിരിക്കും സംഭവിക്കുന്നത്? മറ്റൊന്ന്, അവിടെ പോലീസ് വരാനുള്ള സാഹചര്യം എന്താണ്? ആ പിങ്ക് പോലീസിന്റെ വാഹനം ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ്. എവിടെയാണ് ആക്രമിച്ചത്? മറ്റൊന്ന്, എവിടെയാണ് ആക്രമിച്ചത്? ആ പോലീസ് വാഹനം ആക്രമിച്ചു. നിങ്ങൾ ഗവർണറുടെ വാഹനം ആക്രമിച്ചതുപോലെ ഒന്നും ആക്രമിച്ചില്ലല്ലോ. അല്ല, ഈ ചില്ലുപൊട്ടി അത് ചെറുതല്ലോ. വനിതകളായിട്ടുള്ള DYFI പ്രവർത്തകർ ഇതുപോലുള്ള സമരങ്ങൾ പങ്കെടുത്ത് ബസിന്റെ മുകളിൽ കയറി അല്ലെങ്കിൽ ബസ്സിൽ നിന്നില്ലേ, തടഞ്ഞിട്ടില്ലേ? അന്ന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ എന്താണ് സ്ഥിതി? തിരിച്ച് പിണറായി വിജയനുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ DYFI-ക്കാർ ഇങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പോലെ പോയി ഉണ്ണികൃഷ്ണനെ നിങ്ങൾ മറന്നുപോയോ? ഇല്ല, അത് മറന്നിട്ടില്ല. അത് തന്നെ. അതൊക്കെ എല്ലാ കാലത്തും ഭരിക്കുന്ന സമയത്ത് പോലീസിനെ ഉപയോഗിച്ച് നിങ്ങൾ സാറിനെ കല്ലെറിഞ്ഞല്ലോ, കാറിനകത്ത് കല്ലെറിഞ്ഞല്ലോ. ഏതാ എന്ത് വാഹനം അത്? ഉമ്മൻചാണ്ടി പോലുള്ള പാവപ്പെട്ടവന്റെ വാഹനം. ഇത് വലിയ 1 കോടി നിങ്ങൾ തന്നെ പറഞ്ഞ 1 കോടി 5 ലക്ഷം രൂപയുടെ ഒരു മഹനീയമായ വാഹനം. എന്താണെങ്കിലും നിങ്ങൾ ഒരു കേസെടുക്കുന്ന എങ്ങനെയാ പോലീസ്? എങ്ങനെയാണ് കൊലപാതക കുറ്റത്തിന് കേസെടുക്കും? ബോംബുണ്ടെങ്കിലോ? എങ്ങനെ ബോംബ് വരും? അതിനകത്ത് ബോംബുണ്ടെങ്കിൽ എവിടെ ബോംബുണ്ടെങ്കിൽ അപ്പൊ കണ്ടുപിടിച്ചോ? വധശ്രമത്തിനാണ് കേസ്. അത് വേറെന്തെങ്കിലും ആയിരുന്നെങ്കിലോ? അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ബോംബോ മറ്റോ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? അങ്ങനെ പറയണം. ഒരു നിമിഷം വരാം. ലിജു ഒരു കാര്യം, ഇതൊക്കെ സംഭവിച്ചു. വർക്കലയിലേക്ക് തിരുവനന്തപുരത്തെ വർക്കലയിലേക്ക് മനോഭാവത്തിൽ വന്ന മാറ്റങ്ങൾ സമരങ്ങളൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിമിഷം സനൽ. ലിജു, ഇന്നിപ്പോ തിരുവനന്തപുരത്തേക്ക് നവകേരള സദസ്സ് വന്നു, വർക്കലയിൽ പ്രവേശിക്കുന്നു. എത്ര യൂത്ത് കോൺഗ്രസുകാരെ അകത്തായത്? 4 യൂത്ത് കോൺഗ്രസുകാരെ കരുതൽ തടങ്കലാക്കി. നിങ്ങൾ പേടിച്ചു തുടങ്ങി യൂത്ത് കോൺഗ്രസിനെയും
ഒരു പ്രശ്നം ഉണ്ടാകരുത്. അത് എല്ലാ കാലവും ഏത് സർക്കാരായാലും ഇങ്ങനെ സ്വീകരിക്കാറുണ്ട്. ഒരു പ്രദേശത്ത് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രകോപനപരമായി ചിലർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടാൽ അവരെ കരുതൽ തടവിൽ വെക്കും. വെച്ചാലേ മതിയാവും. തേടി പോകുന്നു, നിങ്ങൾ ഡ്രോൺ പറത്തുന്നവരെ തേടി പോകുന്നു. എന്താണ് കേരളത്തിൽ കറുത്ത വസ്ത്രമിട്ടവരെ തപ്പുന്നു? കറുത്ത വസ്ത്രമിട്ട് വരുന്നവരെ കണ്ടാൽ ഹാലിളകുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഈ റിപ്പോർട്ടർമാരുടെ കറുത്ത വസ്ത്രം കണ്ടാൽ പിന്നെ പ്രശ്നമാകും. പിന്നെ റിയാസ് മന്ത്രിയും ഒരുമിച്ച് ഒരു വേദി റിയാസ് മന്ത്രി വന്നിട്ടുള്ളത് കറുത്ത വസ്ത്രമാണ്. അതെന്തുകൊണ്ടായിട്ടുള്ളത് സ്വന്തം മറ്റൊരുത്തിന്റെ വസ്ത്രം കറുപ്പാകരുത്. ഇതെന്തൊരു നാണക്കേടാണ്. വിഷ്ണു, ഇന്ന് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ 5 മണിക്കൂർ നീണ്ടുനിന്ന പ്രതിഷേധ പ്രകടനം കണ്ടു. ശക്തമായ പ്രതിഷേധമാണ് കണ്ടത്. ഈ സർക്കാരിനെതിരെയുള്ള അവരുടെ പ്രതിഷേധമായി ഇതിനെ വിലയിരുത്തി. നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് KPCC പ്രസിഡന്റ് വന്നു, പക്ഷേ പിന്നീട് അത് തിരുത്തി. സർവകലാശാല സംഘപരിവാറുകാരിലും നല്ല മനുഷ്യരുണ്ട് എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. അത് നിങ്ങൾക്കുള്ള ഒരു അഭിനന്ദനമാണ്, നിങ്ങൾക്കുള്ള പിന്തുണയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പിന്നീട് തിരുത്തി. യുവമോർച്ചക്കാരെയും BJP ഒന്നും കാണാനില്ല. എന്ത് സംഭവിക്കുന്നു? ഈ നവകേരള സദസ്സിനോട് നിങ്ങൾക്ക് ഒരു പ്രതിഷേധവും ഇല്ലേ? അല്ല, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഇന്നലെ കൊല്ലത്ത് കടപ്പാക്കടയിൽ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോഴാണ് യുവമോർച്ചക്കാരെ ആക്രമിച്ചാൽ ഞങ്ങൾ രക്ഷാപ്രവർത്തനം തിരിച്ചു ചെയ്തതുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ അതേ നാളെ തിരിച്ചടിക്കും. അതുകൊണ്ട് ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇനി അക്രമത്തിന് മുതിരില്ല എന്ന് വൈകിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിട്ടേണ്ടത് കിട്ടിയാൽ കൊള്ളേണ്ടിടത്ത് കൊണ്ടാൽ അവർക്ക് കൃത്യമായി മനസ്സിലാകും ഇനി എന്ത് ചെയ്യണമെന്ന്. ലിജു അടങ്ങിയോ ഡിവൈഎഫ്ഐയുടെ രക്ഷാപ്രവർത്തനം? അല്ല, നിങ്ങൾ ചോദിച്ചല്ലോ ഇവിടെ പിന്നെ എന്തുകൊണ്ട് BJP സമരം നടത്തുന്നത്. അവർ BJP സമരം നടത്തേണ്ട കാര്യമില്ല. കാരണം നിലവിൽ കെ സുധാകരനും VD സതീശനും ഒക്കെ നടത്തുന്ന സമരം ഇവർക്കൂടെ വേണ്ടിയാണ്. അത് എവരാണോ അത് BJP ആണോ നടത്തുന്നത് മാത്രം നമുക്ക് മനസ്സിലാകും. എന്റെ പൊന്നുമോനെ ഒന്ന് വരണമെന്ന് മലപ്പുറം SP ആർഷോയെ കൂട്ടിക്കൊണ്ടുപോയത്. ഇന്നും അത്തരത്തിൽ യാതൊരുവിധ ബ്ലീഡിംഗ് ഇല്ലാതെ യാതൊന്നും രാഹുൽ ഗാന്ധിയുടെ ഇരുവശവും ഇരിക്കുന്നത് കോൺഗ്രസ് CPM സഖ്യം ചെയ്തുകൊണ്ടാണ്. അതെ, പറയട്ടെ, ഇന്ന് പാർലമെന്റിന് മുന്നിൽ ആരൊക്കെയാ ഒരുമിച്ചിരിക്കുന്നത്? നിങ്ങൾ പുറത്താക്കി. പാർലമെന്റിനകത്ത് പ്രതിപക്ഷം അവരൊരുമിച്ചാണല്ലോ. പാർലമെന്റാണ് നമുക്ക്. INDAയുടെ ബ്ലോക്കായിട്ട് അവരൊരുമിച്ചാണല്ലോ ഇരിക്കുന്നത്. 143 ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും നരേന്ദ്രമോദി സർക്കാർ പുറത്താക്കിയിരിക്കുന്നത്. എന്തിന്? പാർലമെന്റിന്റെ സ്വാഭാവികമായി സുരക്ഷ ലംഘിച്ചില്ലല്ലോ. സുരക്ഷ ലംഘിച്ചു വന്നവര് പ്രതാപ് സിൻഹ എന്ന BJP MPയുടെ പാസ് എടുത്ത് വന്നവരാണ് സുരക്ഷ ലംഘിച്ചത്. ആ സുരക്ഷ ലംഘിക്കുന്നതിനേക്കാൾ വലിയ കാര്യമില്ലല്ലോ. മാനദണ്ഡം വീഴ്ചയുണ്ടായി എന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശിവൻകുട്ടി സഭയുടെ അധ്യക്ഷൻ വളരെ കൃത്യമായി സഭാ നടപടികളെ പറ്റിയും അവിടെ ഉണ്ടായ കാര്യങ്ങളെ പറ്റിയും വിശദമായി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ശിവൻകുട്ടി അഴിഞ്ഞാടിയതുപോലെ പാർലമെന്റിൽ അഴിഞ്ഞാടാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. അത് സഭാ ചട്ടപ്രകാരം. അവിടെ ശിവൻകുട്ടിയാണ് ചാടിയതെങ്കിൽ ഇവിടെ ചാടിയത് BJP MP പ്രതാപ് സിൻഹ പാസ് കൊടുത്ത് കയറ്റി കണ്ടോ? അവരകത്താണല്ലോ, പുറത്തല്ലോ. അതെ, അകത്താണ്. എവിടെ? സന്ദർശക ഗാലറിയിൽ നിന്ന് ആർക്കെതിരെ നടപടി ഉണ്ടാകും. നോക്കൂ വിഷ്ണു, ഈ സംഭവത്തിൽ ഇപ്പോ വർക്കലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ നിന്നുള്ള MP ആണ് ഈ പറയുന്ന പാസ് കൊടുത്തതെന്നിരിക്കട്ടെ, നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമോ? അല്ല, സർക്കാർ അത് കൃത്യമായി പരിശോധിക്കുന്നുണ്ടല്ലോ. ശശി തരൂർ കൊടുത്ത പാസിനകത്ത് 2 അക്രമികൾ സന്ദർശക ഗാലറിയിൽ നിന്ന് ചാടി ഇതേപോലെ ഗ്യാസ് പുറപ്പെടുവിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ പറയുന്നത്? ശശി തരൂർ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് പിടിച്ച് ആദ്യം ആത്തിടും. ഞങ്ങൾ ആരെയും രാജ്യദ്രോഹിയാക്കല്ല. നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കും. പക്ഷെ അതിന്റെ പേരിൽ സഭയെ ലോകത്തിന് മുന്നിൽ അപമാനിക്കാൻ ഞങ്ങൾ ഒരു നിമിഷം. അന്ന് ശിവൻകുട്ടി MLA നിയമസഭയിൽ പ്രതിഷേധിക്കുമ്പോ
ഇവരുടെ ഒരു പ്രതിനിധി അതിനകത്തുണ്ട്. രാജഗോപാൽ. അത് മാത്രമല്ല, അദ്ദേഹം അന്ന് സ്പീക്കർക്ക് വോട്ട് ചെയ്തപ്പോ പറഞ്ഞു രാമനും കൃഷ്ണനും ഒക്കെ ഒരുമിച്ചുള്ള ആളാണെന്ന് അന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല കേരളീയം പരിപാടിയുടെ ആദ്യ സദസ്സിലും ഉണ്ടായിരുന്നു. ഈ നവകേരള സദസ്സിന്റെ പ്രഭാത ഭക്ഷണ യോഗത്തിൽ അദ്ദേഹം എത്തുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഒ രാജഗോപാലിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അത് കിട്ടെ. പക്ഷേ അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നവകേരള സദസ്സിലേക്ക് തിരിച്ചു വന്നാൽ എല്ലാ വേദികളിലും മുഖ്യമന്ത്രിയും സർക്കാരും കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുക മാത്രമല്ല പ്രതിപക്ഷത്തെ ഒപ്പം ചേർക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. നിങ്ങൾ വരൂ, നമുക്ക് കേരളത്തിന് അവകാശപ്പെട്ടത് കേന്ദ്ര സർക്കാരിന് നേടിയെടുക്കാൻ ഒരുമിച്ച് നിൽക്കൂ എന്ന് പറയുന്നു. നിങ്ങൾ എന്ന് കൊടുക്കും ബാക്കി പണം വിഷ്ണു? അല്ല, കൃത്യമായി കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മുന്നേ ആനുപാതികമായി എല്ലാം സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി നൽകുന്നുണ്ട്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഒരു സംസ്ഥാനത്തിന് മാത്രമായി കൂടുതലും നൽകുന്നില്ല, കുറവുകളും നൽകുന്നില്ല. ഇത് കൃത്യമായി കണക്കുണ്ട്. ഇത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനും കേന്ദ്ര വിദേശകാര്യമന്ത്രി ശ്രീ വി മുരളീധരനും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ സദസ് കൊണ്ട് നിങ്ങളുടെ 10 വോട്ട് കുറയോ കൂടൂ? അല്ല, ഈ കേരളത്തിലെ സദസ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കാണ് നഷ്ടമുണ്ടാകുന്നത്. കാരണം ജനങ്ങളുടെ പണമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിന്റെ ഒരു പ്രചരണ ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് പൊതുഖജനാവിനാണ് വലിയ നഷ്ടമുണ്ടാക്കുന്നത്. അത് ജനങ്ങൾ CPM-നെതിരെ അതിശക്തമായ വികാരം ഉണ്ടാകും. ഇന്നിപ്പോ മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. NHM ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടണമെന്ന്. ഏതാണ്ട് 82 കോടിയിലേറെ രൂപയാണ്. കാരണം ഞാൻ പറയട്ടെ, NHM ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. NHM വഴി നിയമിച്ച ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. 108 ആംബുലൻസിലെ ജീവനക്കാർക്ക് എല്ലാവർക്കും അപകടം പറ്റിയ 108 ആംബുലൻസ് തന്നെയല്ലേ വിളിക്കുന്നത്. അതിന് ശമ്പളം കൊടുക്കാൻ പറ്റിയിട്ടില്ല. കേന്ദ്ര വിഹിതം കിട്ടാതെ എങ്ങനെയാണ് NHM വേണ്ടുള്ള പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് പണം കൊടുക്കാത്തത്? അല്ല, കണക്കുകളെ പറ്റി ചോദിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്ന തുകയുടെ കണക്കുകൾ കൃത്യമായി കൊടുത്തിട്ടുണ്ടോ എന്ന് ആദ്യം ചോദിക്കണം. കിട്ടാനുള്ളതിനെ പറ്റി മാത്രമല്ല പറയേണ്ടത്, തന്ന പൈസയുടെ കണക്കുകൾ കൊടുത്തിട്ടുണ്ടോ. കിട്ടിയില്ലെങ്കിൽ അതിന്റെ രേഖകൾ കൃത്യമായി പുറത്തുവിടാൻ പ്രസ്താവനകൾ കൊടുത്തുകൊണ്ട് പക്കലുണ്ടെന്നും AG അത് കൊടുത്തിട്ടുണ്ടെന്നും മന്ത്രി പലതവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആകെ ഒരേ ഒരു ഡോക്യുമെന്റ് മാത്രമാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്. അതും ഇപ്പോൾ കൊടുക്കും. അത് റവന്യൂ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ട രേഖയാണ്. അത് സർക്കാർ കൊടുത്തതിന് മാത്രം റിലീസ് ചെയ്താൽ മതി എന്നാണ് സാമ്പത്തിക കണക്ക്. നമ്മൾ സാമ്പത്തിക കണക്കിലേക്ക് പോകുന്നതിനോടൊപ്പം എന്റെ ചോദ്യം ഇതാണ്, രാഷ്ട്രീയമായി ഇത് LDF-ന് നേട്ടമായോ എന്നതാണ് എന്റെ ചോദ്യം. രാഷ്ട്രീയമായി കേരളത്തിലെ ജനത LDF-നെ അങ്ങേയറ്റം വെറുക്കുകയും കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് ജനം മനസ്സുറപ്പിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെയാണോ ലിജു? സർക്കാരിനോടൊപ്പമാണ് ജനം. അതിന്റെ ഉദാഹരണങ്ങളാണ് വരുന്ന വഴിക്ക് നമ്മൾ കാണുന്നത്. നവകേരള സദസ്സുകൾ വരുന്ന വഴി ഞങ്ങൾ കണ്ടത് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയുണ്ട്. ഈ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് അവിടെ നിന്ന് ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി ആൾക്കാരെ കൃത്യമായി കോട്ട നിശ്ചയിച്ച ആൾക്കാരെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് കണ്ടത്. പാർട്ടി സംവിധാനം ഉപയോഗിച്ചിട്ടില്ല, ജനങ്ങൾ ഒഴുകിയെത്തുന്നതാണ്. വീട്ടുമുറ്റ കൂട്ടായ്മ നടത്തി. ആ വീട്ടുമുറ്റ കൂട്ടായ്മ ഉൾപ്പെടെ ഇവിടുത്തെ സാധാരണപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ചാത്തന്നൂർ മണ്ഡലത്തിലേക്ക് ഇന്ന് KSRTC-യുടെ സൗജന്യ യാത്ര തെറ്റാണ്. കൃത്യമായും പണമടച്ചുകൊണ്ടാണ് അവിടെ ആ നിലയിലേക്ക് പോകുന്നത്. സർക്കാർ സംവിധാനം ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ ഒരു തിരിച്ചടി ഉണ്ടായല്ലോ. പണം പിടിക്കാൻ പാടില്ല. അല്ല, എങ്ങനെ പണം അടയ്ക്കും? ശരിയായ വാർത്തയാണോ? ഞാൻ കണ്ടതാണ് KSRTC സൗജന്യ യാത്ര ബോർഡ് എഴുതി വരുന്നത് ഞാൻ കണ്ടതാണ്. സർക്കാർ കൊടുത്തു എന്നാണ്. ഇതിനകത്ത് ഒട്ടനവധി ആളുകളിൽ നിന്ന് സ്പോൺസർ ചെയ്ത തുകകളുണ്ട്, സർക്കാർ സംവിധാനമുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായും പണമടച്ചുകൊണ്ടാണ് ബസ് സർവീസ് നടക്കുന്നത്. KSRTC തെറ്റാണ്. ആ പറഞ്ഞ തെറ്റാണ്. ഒരിക്കലും പണം ആരടയ്ക്കുന്നു? ആരാ പണം അടയ്ക്കുന്നത്? KSRTC അടയ്ക്കുന്നു. ആ പണം കൊണ്ട് അവർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിൽ അരിവേഗമായിരുന്നു. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൃത്യമായും ഉച്ചക്കഞ്ഞിക്ക് കുട്ടികൾക്ക് കൊടുത്ത ഉച്ചക്കഞ്ഞിക്ക് പൈസ കൊടുത്തിട്ടില്ല. കുടുംബശ്രീ DPL ഒരു കുടുംബശ്രീ യൂണിറ്റ് നടത്തിയ ഒരു സ്പോൺസർ ചെയ്ത ആളുകളുണ്ട്. നിങ്ങൾ പരിശോധിക്കാറുണ്ട്. ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു. എത്ര തവണ? അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വെള്ളക്കരം കൂട്ടി. ഇവിടെ സിവിൽ സപ്ലൈസ് അല്ല, നിങ്ങൾ സാധനമില്ല. അല്ല, ഇവിടെ പവർ കട്ടിന്റെ നാടാണ്. കുട്ടികൾ പാഠപുസ്തകം എടുത്തു വെക്കുമ്പോൾ കറണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഈ ഗവൺമെന്റ് നമ്മുടെ ഓഡിയൻസിന്റെ കൂടെ ഇത് ഈ പരിപാടി എന്ന് പറയുന്നത് കേരളത്തിലെ അത്യന്താപേക്ഷിതമായിട്ടുള്ള പരിപാടിയാണ് നവകേരള സദസ്സ്. ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ് പിണറായി വിജയനും മന്ത്രിസഭയും. അത് ഈ കേരളം ആഗ്രഹിക്കുന്നതാണ്. ഇന്ത്യക്ക് മാതൃകയാണ്, ലോകത്തിന് മാതൃകയായിട്ടുള്ള പരിപാടിയാണ് ഈ നടക്കുന്നത്. ഈ കാസർഗോഡ് 14,000 പരാതി കിട്ടി. നമ്മൾ 32 ദിവസം കഴിയുമ്പോൾ 1400 പരാതിയിലെ പരിഹാരം കണ്ടിട്ടുള്ളൂ. 45 ദിവസത്തിന് ഇനിയും സമയമുണ്ട്. ബാക്കി 13,000 ഈ 10 ദിവസം തീർക്കും. വിശ്വാസമുണ്ട്. ഒരു പുതിയ കേരളം
പറഞ്ഞത് ചെയ്യുള്ളൂ, പറഞ്ഞത് ചെയ്യും, ചെയ്യാവുന്നതേ പറയൂ. അതാണ് LDF. പുതിയ കേരളമാണിത്, ഒരു പുതിയ കേരളമാണ്. ഒരു മുഖ്യമന്ത്രി എങ്ങനെ ഭരിക്കേണ്ടതിനുള്ള തെളിവാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടിനെ അടി, പെണ്ണുങ്ങളെ അഭിമാനിക്കുക. ഇത് പുതിയ കേരളത്തിന്റെയാ തുടക്കം. ഇതാണ് നവകേരളം. നവകേരളം. ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ ആയിട്ട് ആളിനെ കൊണ്ടിരുന്നു. പക്ഷേ ശബരിമല പോയ അയ്യപ്പന്മാർക്ക് പൈസ കൊടുക്കണം, കൊടുക്കണം. എന്ത് ന്യായമാ? ഇതാണ് നവകേരളം. അത് മറുപടി ലിജു, ഒരു മറുപടി. ശബരിമലയിലേക്ക് പോകുമ്പോൾ 30% നിങ്ങൾ ഫീസ് ഈടാക്കുന്നു, ടിക്കറ്റ് ചാർജ് നിരക്ക് ഈടാക്കുന്നു. നവകേരള സദസ്സിന് സൗജന്യമായിട്ട് യാത്ര എങ്ങനെ? അല്ല, ഈ പറഞ്ഞതില് അവിടെ പോകുന്ന ആളുകളാണ്, ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾ. മറുപടി കേൾക്കൂ. ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശബരിമലയിൽ പോയിട്ട് വന്നവരോട് ചോദിക്കണം അവിടെ ഉണ്ടായ സൗകര്യങ്ങൾ. മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളത് നടന്നു പോകുമ്പോൾ മണ്ണിടിഞ്ഞു വീണ ആളുകൾ മരണപ്പെടുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി. പോലീസ് ഇവിടുത്തെ അയ്യപ്പന്മാരെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഈ കേരളത്തിനകത്ത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടനവധി കാര്യങ്ങൾ ആധുനികവൽക്കരിച്ചിട്ടുണ്ട് ഈ കേരളത്തിൽ ഇന്ന് ശബരിമലയിൽ. അത് ഈ സർക്കാർ ചെയ്താണ്. ഇത് കാണണ്ടേ? അത് പറയാതെ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെ ആക്രമിക്കാൻ വരുന്ന ഇത്തരം നിലപാടുകളാണ് തെറ്റായി ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം പൗരപ്രമുഖർ, ഉച്ചക്കലത്തത് പൗരപ്രമാണിമാര്, രാത്രിത്തേത് VIP-കള്, അങ്ങനെയൊന്നുമില്ല. രാവിലെ മാത്രമേ ഉള്ളൂ. പൗരപ്രമാണിമാര് സാധാരണ മനുഷ്യരുണ്ട്. ഇത് സാധാരണപ്പെട്ട ആളുകളാണ്, കർഷകരാണ്, കർഷക തൊഴിലാളികളാണ്. സമത്വം ഇതിലെ എല്ലാവർക്കും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇതാണ്. സാധാരണ ജനങ്ങളുടെ ആൾക്കാരുണ്ട് അവിടെ. ഇല്ല, കുടുംബശ്രീ പ്രതിനിധികളുണ്ട്, സാധാരണപ്പെട്ട ജനങ്ങൾ, ഹരിതകർമ്മസേനയുടെ പ്രതിനിധികളുണ്ട്. സാധാരണപ്പെട്ട ജനങ്ങളെ അടുപ്പിക്കുന്നത്. ഇതേപോലെ ഇപ്പൊ KSRTC സർവീസ് നടത്തുന്ന പോലെ എല്ലാ കാര്യങ്ങളും അവര് സർക്കാരിന്റെ ധനമാണ് ഉപയോഗിക്കുന്നത്. ഈ സാമ്പത്തികം ജനങ്ങളെ പിഴിഞ്ഞെടുത്തിട്ട് കൊള്ള പിഴിയുകയാണ്. ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോഴാണ് ഈ പരിപാടി. ജനങ്ങളെല്ലാം കടക്കണിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കർഷകർ ആത്മഹത്യ ചെയ്ത് ഈ നാനാഭാഗത്തും ഇതുപോലുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തിയാണ് ഈ സഭയെ കൊണ്ട്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ല, സപ്ലൈകോ പോയിട്ട് വരുമെന്ന് തോന്നുന്നു. നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ല. ഭീമമായ വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരൻ പൊറുതിമുട്ടുന്നു. ഭീമമായ വിലക്കയറ്റം, ഭീമമായ വിലക്കയറ്റം. നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാത്തിനും വിലക്കയറ്റം. കഴിഞ്ഞ ഒരു 5 പഞ്ചസാരയുടെ എത്ര വില കൂടി സാർ? പഞ്ചസാരക്കും ജീരകത്തിനും മുളകിനും പയറിനും മുഴുവൻ സാധനങ്ങൾക്കും വില കൂടി. സാറിന് പറയാൻ പറ്റും വില കൂടി? എങ്ങനെ 3 രൂപ കൂടിയിട്ടുണ്ട്. 7 വർഷം 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. 7 വർഷം അതാണ് സാർ പറയണ്ടേ. 7 വർഷം 1 രൂപ പോലും കൂടിയിട്ടില്ല. കൂടിയിട്ടില്ല. അതെ, കൂടിയിട്ടില്ല. അല്ല, സാറ് നിത്യോപയോഗ സാധനം വാങ്ങുന്നില്ല അല്ലേ? അല്ല, സാറ് വാങ്ങുന്നില്ല എന്നുള്ളതാണ് ഇത്. അല്ല, സാറ് കടയിൽ പോകുന്ന ആളല്ല, സാറ് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന ആളല്ല. അത് പറയണ്ട. ഞങ്ങൾ മാർക്കറ്റിൽ പോകുന്ന ആളുകളാണ്, ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളാണ്. 2016-ലെയും 2021-ലെ വില നിലവാരം നാട്ടിലുണ്ട്. വില നിലവാരം 2016-ലെയും 2023-ലെയും വില നിലവാരം എത്ര ശതമാനം കൂടിയിട്ടുണ്ട്? 100% കൂടിയിട്ടുണ്ട്. എത്ര ശതമാനം കൂടിയിട്ടുണ്ട്? 2026-2023 നാളെ പിണറായി കൂടെ വരെയാണ്. ഇവിടെയുള്ള പ്രൈവറ്റ് ബസ്സുകളെല്ലാം കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാധാരണ ഇവിടെ ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാർ, വിദ്യാർത്ഥികൾ എല്ലാവരും തിരിച്ച് എങ്ങനെ വീട്ടിൽ പോകും? ലിജു നോക്കൂ, വന്ന എല്ലാ മണ്ഡലങ്ങളിലും പ്രൈവറ്റ് ബസ് നിങ്ങൾ ബുക്ക് ചെയ്ത് യാത്രക്കാരെ കൊണ്ടുവരിക, യാത്രക്കാർ പെരുവഴിയിലാവുന്ന അവസ്ഥയുണ്ടെന്നാണ്. അതൊക്കെ തികച്ചും ഈ നവകേരള സദസ്സിനെ തകർക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്നതാണ്. KSRTC ബസ് ആയാലും ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ആയാലും ഇതൊക്കെ കൃത്യമായും അവർക്ക് പൈസ കൊടുക്കുമ്പോൾ വരുന്നതാണ്. ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ബസ് പൈസ കൊടുക്കുമ്പോൾ അവർ വരുന്നതാണ്. അവർക്ക് തുക ലഭ്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോകല്ലേ, പൈസ കൊടുത്തിട്ടല്ല പോകുന്നത്, അവർ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകണം. നിങ്ങൾ തെളിയിക്കാമെങ്കിൽ തെളിയിക്കണം. അങ്ങനെ തെളിയിക്കാമെങ്കിൽ തെളിയിക്കണം. ഇത് തെറ്റാണ് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോലെ തെളിയിക്കാമെങ്കിൽ തെളിയിക്കണം. എന്റെ വീടിനടുത്ത് ഓണറെ വിളിച്ചിട്ട് ഇന്നലെ പറഞ്ഞു വണ്ടി കൊടുക്കണം. അങ്ങനെ ഒരിടത്തും അങ്ങനെ ബസ് സർവീസ് കഴിയില്ല. അങ്ങനെ തെളിയിക്കാൻ പറ്റിയവർ തെളിയിക്കണം. ഭീഷണിപ്പെടുത്തി പോകുന്നില്ല. കുടുംബശ്രീ എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് മര്യാദക്ക് വന്നിരിക്കണം, അല്ലെ ഫൈൻ അടിക്കും. ഒരു മര്യാദക്കേടുമില്ല. അങ്ങനെ ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടില്ല. നാളെ പോകാൻ വിളിച്ചേക്കാം. ഒരാളെ നിർബന്ധിച്ച് നവകേരള സദസ്സിലേക്ക് വിളിച്ചിട്ടില്ല. ഇവിടെ വരുന്ന ആളുകളെല്ലാം ഈ കേരളത്തിനകത്ത് ഇന്ന് ഈ മുഖ്യമന്ത്രിമാരെ, മന്ത്രിമാരെ കാണുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി അടിയന്തരമായ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുവാൻ വേണ്ടിയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ സർക്കാരിനെ കാണാൻ വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട യഥാർത്ഥത്തിൽ
കോൺഗ്രസ്സുകാരും BJP-കാരുമായിട്ടുള്ള ആളുകൾ പോലും ഇതിനകത്തേക്ക് വരികയാണ്. നമ്മൾ അത് വേണം കാണാൻ. അതിന് പകരം പഴയ കോൺഗ്രസ്സുകാർ പഴയ കോൺഗ്രസ്സുകാരും വരികയല്ലേ? പഴയ കോൺഗ്രസ്സുകാർ ഗതികിട്ടാപ്രേതങ്ങളാണ് ഞാൻ പോയി കാണും. പഴയ കോൺഗ്രസ്സുകാരും വരികയല്ലേ? ഇവർ ആളുകളെ പോലും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറയട്ടെ, ഇത് മുഖച്ഛായ നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി കുറെ നാൾ പത്രക്കാരെ മാധ്യമ പ്രവർത്തകരെ കാണാതിരുന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ കുറച്ചു കഴിയുമ്പോൾ രംഗത്ത് വരും. ഈ വേഷത്തിലും ഈ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് കരുതിയില്ല. വളരെ ദരിദ്രമാണ്, ജനങ്ങൾ പട്ടിണിയിലാണ്, ദുരിതത്തിലാണ്. ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു. 1 ലിറ്റർ പാലിന്റെ മിൽമയുടെ വില 22 രൂപ ഇപ്പോഴും കൂട്ടി, 28 രൂപ വീണ്ടും കൂട്ടി. മിൽമയുടെ 2 രൂപ വെച്ച് സെസ് കൂട്ടി ഡീസലിനും പെട്രോളിനും. മനസ്സിലാക്കണം, ഇന്ന് തമിഴ്നാട്ടിൽ പോയി കേന്ദ്രം കൂട്ടി. വേണ്ടിയല്ലോ, കേന്ദ്ര സർക്കാരിനെതിരായി ഏറ്റവും നല്ല സമരം നടത്തിയ ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. എവിടെയും സമരം നടത്തിയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കും ഒരു ചോദ്യം, ഇന്ന് വരെ പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരായി ഒരു വാക്ക് ശബ്ദങ്ങൾ കേട്ടുണ്ടോ? തമാശയാണ് ഇവർ പറയണേക്കോ തമാശയാണ്. ഇവിടെ ഓരോ മുഖ്യമന്ത്രിയുടെ തലക്ക് ഇമാം പറഞ്ഞതാണ് സാമ്പത്തികം തന്നില്ല, GST തന്നില്ല, ഇതേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വ്യക്തിപരമായി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ മഞ്ചേശ്വരം മുതൽ ഇവിടം വരെ ഉണ്ടായിരുന്ന യാത്രയ്ക്ക് രണ്ടുപേർക്കെതിരെയും മുഖ്യമന്ത്രി കണക്ക് പറയുന്നുണ്ട്. എന്ത് പറഞ്ഞു? എല്ലാ കണക്കും പറയുന്നുണ്ട്. സാമ്പത്തിക കണക്ക് പറയുന്നുണ്ട്. കേന്ദ്രം അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് സ്വാഭാവികമായും നിരവധി മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദിക്ക് എതിരെയും VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അവസാനം ഞാൻ പോയ ഇരവിപുരം മണ്ഡലത്തിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം സ്വീകരിച്ച നിലപാടിനെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിക്കുന്നത്. അതായത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്താരാഷ്ട്ര സഹായങ്ങൾ ഉൾപ്പെടെ ആ ഒരു സംസ്ഥാനത്തിന് വേണ്ടി സ്വീകരിച്ചിരുന്നു. എന്നാൽ കേരളത്തിനൊരു ദുരന്തമുണ്ടായ സമയത്ത് അത്തരത്തിലുള്ള അന്താരാഷ്ട്ര സഹായങ്ങൾ സ്വീകരിക്കാൻ കേന്ദ്രം അതിന് തയ്യാറായില്ല എന്നൊരു വിമർശനം നരേന്ദ്രമോദി നിയോജക മണ്ഡലത്തിൽ പോലും കൃത്യമായി പറഞ്ഞു. ഇവിടെയുള്ള MP-മാർ 19 MP-മാർ അവിടെ നിശബ്ദത പാലിക്കുന്നു. അവർ ഒരു കാര്യത്തിന് പോലും നമ്മ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല. കാര്യം ഇപ്പൊ 1 മണിക്കൂർ മുൻപേ പിണറായി വിജയൻ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞതാണ് MP-മാരാണല്ലോ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത്. MP-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തിനാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അവർ ന്യായമായ കാര്യങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് കേരളത്തിലെ MP-മാരെ അപമാനിക്കരുത്. ഈ നാടിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കിട്ടേണ്ട അർഹതപ്പെട്ടകളെല്ലാം ചോദിച്ചു വാങ്ങാൻ കഴിവും നിങ്ങളെ കാണുന്നില്ല. നിങ്ങളെ കണ്ണ് കിട്ടായതുകൊണ്ട് അടൂർ പ്രകാശ് ആറ്റിക്കലിന്റെ മുത്താണ്. ഒരു കാലത്തും ഇല്ലാത്ത വികസന പ്രവർത്തനം ആറ്റിക്കലിൽ നടക്കുന്നുണ്ട്. പ്രകാശിക്കുകയാണ്. കേരളത്തിലുള്ള 19 MP-മാരും UDF-ന്റെ MP-മാര് അവരുടെ കഴിവിന്റെ പരമാവധി കൊണ്ടുവരുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ അടൂർ പ്രകാശ് MP ആണെങ്കിലും UDF-ന്റെ MP-മാരാണെങ്കിലും കേന്ദ്രത്തിൽ കേരളത്തിന് വേണ്ടി സമരം ചെയ്ത അവസാനത്തെ ഒരു ദിവസം ചേട്ടൻ ഓർമ്മയുണ്ടോ? ഉണ്ട്. ഇപ്പോൾ അവർ സസ്പെൻഷൻ കേരളത്തിലല്ല, അത് പാർലമെന്റ് ബ്രീച്ച്. കേരളത്തിന് വേണ്ടി ഓരോ അവസരങ്ങളിലും നിങ്ങളെ കാണുന്നില്ല. നിങ്ങളെ ഇവിടുത്തെ റബ്ബർ തൊഴിലാളികൾക്ക് വേണ്ടി ഹൈവേ വികസനത്തിന് വേണ്ടി എല്ലാത്തിനും കേരളത്തിലെ നിലവിലുള്ള എംപിമാരാ ചോദിച്ചത്. ശരി. നിലവിൽ കേന്ദ്ര സർക്കാരിനെതിരെ പിണറായി വിജയൻ ആഞ്ഞടിക്കുന്നുണ്ടല്ലോ നവകേരള സദസ്സിലും. കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു 100 രൂപ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാപ്പ് കുടിച്ചോ, വട തിന്നോ, മുറുക്കാൻ തിന്നോ, വീടി വലിച്ചോ, ബാക്കി എത്രയുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ നിന്നായോ? ഈ കണക്ക് പറയണം. കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് നാളത്തേക്കുള്ള പൈസ തരും. ഇല്ലാത്തവരും കിട്ടത്തില്ല. ഞെരുക്കലല്ലാതെ. ഇന്നലെ P. രാജീവ് ചോദിച്ചൊരു ചോദ്യമാണ് നവകേരള സദസ്സിൽ. ചേട്ടൻ ഞാൻ 100 രൂപ ചേട്ടൻ എനിക്ക് തരുന്നു, 100 രൂപ തിരിച്ച് ഞാൻ ചേട്ടന് 100 രൂപയുടെ തിരിച്ചു തരണമല്ലോ. പക്ഷെ കേരളം 100 രൂപ കൊടുക്കുമ്പോൾ കേരളത്തിന് 48 രൂപ തിരിച്ചു വരുന്നു. അതേസമയം ബീഹാറിന് 1700 രൂപ കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ 17 രൂപ കൊടുക്കും. അങ്ങനെ ഒരു ചിറ്റം വന്ന ഒരു സംസ്ഥാനത്തോടും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് 1 രൂപയ്ക്ക് 48 പൈസ കിട്ടുമ്പോൾ ഉത്തർപ്രദേശിന് 2 രൂപ. അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് ഈ കേരളത്തില് നാഷണൽ ഹൈവേ വികസനം വരില്ല. മറുപടി 500 കോടി രൂപ ചെലവഴിച്ച് ഇവിടെ സ്ഥലം എടുത്തത് കൊണ്ടാണ് ഇന്ന് ഈ പറഞ്ഞ
നാഷണൽ ഹൈവേ ഇവിടെ വന്നത്. 61,000 കോടിയോ മറ്റോ ഉണ്ട് അല്ല, നാഷണൽ ഹൈവേയുടെ അല്ല ഞാൻ പറഞ്ഞു ഇത് വരാതിരുന്നതാണ്. ഇത് വന്നതിന് കാരണം ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഇവിടെ വരില്ല. 5,400 കോടി കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയതുകൊണ്ടാണ്. മലബാർ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ റോഡിന് സ്ഥലമെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഏത് ഗവൺമെന്റ് ആയിരുന്നു അന്നത്തെ LDF ഗവൺമെന്റ്? ഗവൺമെന്റ് തയ്യാറായോ? ഗവൺമെന്റ് തയ്യാറായോ? വിമാനം കൊണ്ട് താവളം കൊണ്ടുവന്ന ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. കൊച്ചി മെട്രോ കൊണ്ടുവന്ന ആർക്കാണെന്ന് എല്ലാം അറിയാം. ഇപ്പോഴും ഈ വിഴിഞ്ഞ പദ്ധതി അടക്കം ഇപ്പോഴും എല്ലാം നല്ല വെള്ള ചമഞ്ഞുകൊണ്ട് വരുന്നെങ്കിലും അവർ കഴിഞ്ഞ കാലങ്ങളിൽ 30,000 PSC നിയമനം നടത്തിയിട്ടുണ്ട് ഈ ഗവൺമെന്റ്. 30,000 PSC പരീക്ഷ എഴുതിയ കുട്ടികൾ, റാങ്ക് ലിസ്റ്റിലെ കുട്ടികൾ, ആ കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് PSC അടച്ചുപൂട്ടി താക്കോലും കൊണ്ട് പോയവരാണ് ഉമ്മൻചാണ്ടി സംഘവും. ഇപ്പൊ 30,000 പേർക്കാണ് കൊടുത്താൽ PSC പരീക്ഷ എഴുതിയ പ്രധാനപ്പെട്ട പരീക്ഷ എഴുതി റാങ്ക് നേടിയ പ്രധാനപ്പെട്ട രണ്ടുപേരാണ് ശിവരഞ്ജിത്തും നസീമും. ഞാൻ എല്ലാ ദിവസവും കോടതിയിൽ ചെല്ലുമ്പോൾ 2 ആഴ്ചയിൽ ഒരു ദിവസം അവരെ കൃത്യമായി കോടതിയിൽ പോകാറുണ്ട്. കാരണം എന്താ? തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. PSC പരീക്ഷയിൽ പോലും തട്ടിപ്പ് നടത്താൻ കൂട്ടുനിന്ന സംഘടനയാണ് SFI ഉൾപ്പെടെ. പിന്നെ ഈ പറഞ്ഞല്ലോ ദേശീയപാത വികസനം, ഭാരത് മാല പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രാജ്യമെമ്പാടും ദേശീയപാത വികസിപ്പിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിന് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാനുള്ള റോൾ മാത്രമേ ഉള്ളൂ. വെറുതെ PR വർക്ക് നൽകി മുഹമ്മദ് റിയാസ് 8 കാലം അമ്മൂഞ്ഞ് കളിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് 5,400 കോടി കേരള ഗവൺമെന്റ് ആണ് മുടക്കിയത്. അത് മുടക്കിയത് കൊണ്ടാണ് സ്ഥലം എടുത്തത്. ഇല്ലെങ്കിൽ ഇത് ഇവിടെ വരുമോ? ഇത് വന്നത് ഈ കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി കൂടി ഉള്ളതുകൊണ്ടാണ്. അതിവർ പറയുന്നില്ല. ഇത് കുറെ നാളുകൊണ്ട് ഇവിടെ മുടക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇവർ ഈ പറഞ്ഞല്ലോ തൊഴിലില്ലായ്മ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് TV തുറന്നാൽ ആകെ കാണുന്ന പരസ്യം എന്താ? വിദേശത്തേക്ക് ജോലിയുണ്ട് ഇങ്ങ് വാ എന്ന് വിളിക്കുകയാണ്. ഇവിടെ തൊഴിലില്ലാത്ത പട പെരുകയാണ്. 15 വർഷം കഴിയുമ്പോൾ കേരളം വൃദ്ധസദനമാകും. ഇവിടെയുള്ള ചെറുപ്പക്കാർ മുഴുവനും വിദേശത്ത് പോകുന്നു. നല്ല വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസ മേഖല തകർന്നു. ആരോഗ്യ മേഖല അവരെന്തുകൊണ്ടാണ് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നത്? ഇവിടെ നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ല. ഇവിടെ തൊഴിലവസരമില്ല. എല്ലാ തൊഴിൽ മേഖലയും പൂട്ടി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുന്നു. പിന്നെ പരമ്പരാഗത LDF വന്നതിന് ശേഷം പൂട്ടിയ പൊതുമേഖലാ സ്ഥാപനം ഏതാ? പൂട്ടിയ അരക്ഷിതാവസ്ഥയിലാണ്. അല്ല, അങ്ങ് പറഞ്ഞപ്പോ ഒരു നിമിഷം സാർ, അങ്ങ് പറയുമ്പോ LDF വരുമ്പോ ഒരു നിമിഷം സാർ, LDF പോലെ ഒരു ഇടതു മുന്നണി അധികാരത്തിൽ വരുമ്പോ ഒരു പൊതുമേഖലാ സ്ഥാപനം പൂട്ടി എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള കാര്യമാണ്. പൂട്ടിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കില്ലല്ലേ? പൂട്ടിയിട്ടില്ല. ഞാൻ തിരുവനന്തപുരം ടൈറ്റാനിയത്തിൽ എത്ര വർഷമായി ആളിനെ നിയമിച്ചിട്ട്? KMML, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, എത്ര വർഷമായി? ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ജോലി കൊടുക്കുക. എന്തുകൊണ്ട് തൊഴിൽ കൊടുക്കുന്നില്ല? തൊഴിൽ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? തൊഴിലവസരം വേണ്ടേ? നാളത്തെ തലമുറ ഇവിടെ ജീവിക്കണ്ടേ? അവർ തൊഴിൽ നേടി അവർ പോകുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇവിടുത്തെ എന്തുകൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർ പുറത്തു വന്ന് പറഞ്ഞില്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് കാലാകാലങ്ങളിൽ ഈ സംസ്ഥാനം വികസിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് തൊഴിലവസരമാണോ ഉള്ളത്? IT മേഖല വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തില്ലേ? ടെക്നോ പാർക്കിനെതിരെ സമരം ചെയ്തില്ലേ? കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത് UDF കാലഘട്ടത്തിൽ K. കരുണാകരൻ, അന്ന് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അന്ന് കഴക്കൂട്ടം ഭാഗത്ത് ഭൂമി അക്വയർ ചെയ്യുമ്പോൾ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ എതിരായിരുന്നു ഈ പദ്ധതിക്ക്. നിഷേധിക്കാൻ കഴിയോ? അന്ന് അവർ കൊടി പിടിച്ചവർ ഒരു കാര്യം അതൊക്കെ പറയാം. അവർക്ക് ആ അവസരത്തിൽ ഭരിക്കാൻ കിട്ടി, അതുകൊണ്ട് വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ റോഡ് വികസനം പറയുന്നുണ്ടല്ലോ. റോഡ് വികസനം പറയുന്നത് നാഷണൽ ഹൈവേ ആണ്. LDF ഭരിക്കുന്നത് കൊണ്ട് അവർക്ക് പറ്റി, നമ്മൾ കൂടെ ആവുള്ളൂ എന്ന് പറയുന്നു. അല്ലാതെ കൊണ്ടുവന്നത് ആണുങ്ങളാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളട്ടെ, ഇവിടെ ഇന്നിപ്പോ നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് അടി കിട്ടി. യൂത്ത് കോൺഗ്രസ് ഞാൻ ഇപ്പൊ പ്രായം കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് അല്ല, ഇപ്പൊ മുതിർന്നു. 40 വയസ്സായി. എങ്കിലും പറയും പ്രതിനിധിയായിട്ടല്ല വന്നത്. കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടല്ല വന്നത്, UDF പ്രതിനിധിയായിട്ട് വന്ന അദ്ദേഹമാണ്. എന്റെ ചോദ്യം ഇതാണ്, അപ്പൊ ഇന്നിപ്പോ അടിയൊക്കെ വാങ്ങിച്ചു കിട്ടി, നാളെ തുടരും. നിങ്ങളിങ്ങനെ അടിയും തിരിച്ചടിയായിട്ടൊക്കെ പോയാൽ കേരളം നന്നാവും?
അല്ല, അത് ഈ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ഒരു പുതിയ സംഭവം അല്ലല്ലോ. ഇത് ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ള സഹാക്കളല്ലേ, അവരുടെ ചോദ്യം. ഏറ്റവും കൂടുതൽ നമ്മൾ സമരം ചെയ്തിട്ടുള്ള ന്യായമായ ആവശ്യങ്ങൾക്കാണ്. അന്യായമായ സമരം നടത്തിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ്. അതൊന്നും പറയില്ല. 2.5 വർഷത്തിനകത്ത് ഒരുപാട് സമരം ചെയ്തു. കേരളത്തിലെ ന്യായം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. നിങ്ങൾ ചില ചാനലുകൾ ബോധപൂർവ്വം ഈ കേരളത്തിൽ സമരങ്ങൾ നടത്തിയത് കൊണ്ടാണ് കേരളമായത്. നവോത്ഥാന കാലഘട്ടം മുതൽ നടത്തിയ സമരമാണ്, അന്ന് മുതൽ നടത്തിയ സമരമാണ് ഇന്ന് കേരളത്തെ സൃഷ്ടിച്ചത്. പ്രവേശന വിളംബരം നടത്തിയത് ആര്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് നവോത്ഥാനത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കട്ടെ. പുന്നപ്ര വയലാർ ഒരു പരാജയമല്ലേ? ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി നോക്കും പീരങ്കിയുമായി വന്നപ്പോ വാരിക്കുത്തും കൊടുത്ത് പറഞ്ഞയച്ചു. അല്ല ഈ പുന്നപ്ര വയലാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ റോളെന്നോ? ഞാൻ RSP കാരനോട് പറയാണ്. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോകരുത്, അതിന് പാകമായില്ല. വയലാറിൽ വാരിക്കുന്തം കൊണ്ട് കാലിന് മുറിവേറ്റൊരു മനുഷ്യനുണ്ടല്ലോ, എന്തോ അദ്ദേഹത്തിന്റെ പേര്? എവിടെ? ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടല്ലോ. BS അച്യുതാനന്ദൻ അല്ലേ? BS അച്യുതാനന്ദൻ എന്താണ്? പിന്നെ ഓടിച്ചോടി ഓടിക്കളഞ്ഞു. അങ്ങനെ ഉണ്ട്. ഓടിയിറങ്ങി വന്നവരാണ് ഈ പറയുന്നത്. LDF-ൽ നിന്നും ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഓടിയിറങ്ങി ക്ലിഫ് ഹൗസിൽ ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ വന്നിരുന്നവരാണ് ഈ പറയുന്നത്. പരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ വിചാരിക്കും ബംഗാളും ത്രിപുരയും കേരളം ആവർത്തിക്കും. എഴുതി വെച്ചോ. സംഭവിച്ചു. ത്രിപുരയിൽ സംഭവിച്ച BJP അല്ല. ഞാൻ പറഞ്ഞത് ത്രിപുര പരാജയപ്പെടാമെന്നാണോ? അങ്ങനെ വരികൾക്കിടയിൽ വായിക്കണ്ട. വരികൾക്കിടയിൽ വായിക്കണ്ട. അവിടെ പരാജയപ്പെടുന്ന കാരണങ്ങളുണ്ട്. അതുകൊണ്ട് പരാജയപ്പെടും. ഒളിച്ചോടിയതാരാണ് നിന്ന് കണ്ടു. നേരെ DCC ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെ കയറി ഒളിച്ചോടി അതിനകത്ത് ഒളിച്ചോടി ചരിത്രത്തെ കുറിച്ച് പറഞ്ഞോളെ. ഒരു ഘട്ടത്തിൽ ഒളിച്ചോടിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്ത് തന്നെയാണ് ഈ കേരളം ഈ നിലയിലേക്ക് ആയിട്ടുള്ളത്. അതില് നവോത്ഥാന നായകന്മാർ അവർ തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയത് ഈ കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇത് ഇവർക്ക് പറയുമ്പോ മോശമായി തോന്നും. അതാ കുഴപ്പം. ഓക്കെ വിഷു, നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വന്നാൽ ഈ നവകേരള സദസ്സിൽ ഒഴുകി വരുന്ന ആൾക്കൂട്ടം വരുന്നു, പരാതി കൊടുക്കുന്നു, ജനങ്ങളുടെ സമ്പർക്കം ഉണ്ടാവുന്നു. ഇതൊക്കെ നിങ്ങളെ അല്പം ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ല. ഈ നവകേരള സദസ്സിലേക്ക് CPM നവകേരള സദസ്സിന്റെ ഭാഗമായി എത്തുന്നത് CPM പ്രവർത്തകർ, അവർ ഭീഷണിപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുമാണ്. ഇന്ന് വരുന്ന വഴിയിൽ കാണാം കുടുംബശ്രീ അംഗങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഇല്ലെങ്കിൽ അധിക പണം ഈടാക്കിക്കൊണ്ട് അവരെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് റോഡോരങ്ങളിൽ അവരെ കൊണ്ട് പൊതുയോഗം നടത്തിക്കുന്നത്. അവരെ റോഡിലൂടെ നടത്തിക്കുകയാണ്. ഇതെല്ലാം പണം ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും അവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയും കൊണ്ടാണ്. അതുകൊണ്ട് ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. കുറച്ച് ആൾക്കാരെ വാടകയ്ക്ക് എടുത്തും ഭീഷണിപ്പെടുത്തിയും കൊണ്ടിരുത്താമല്ലാതെ കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പുതിയ കേരളം സൃഷ്ടിക്കുകയല്ല, പഴയ കേരളത്തെ അവിടെ വച്ചിരുന്നാൽ മാത്രം മതി. അല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം. ക്യാമറ സൗണ്ട് സിസ്റ്റത്തിലേക്ക് നോക്കാം. കേരളത്തിൽ അനുവദനീയമായിരിക്കുന്ന സൗണ്ട് സിസ്റ്റം എത്രയാണ്, ഡെസിബൽ എത്രയാണ് നമുക്കറിയാം. നമുക്ക് തന്നെ പ്രേക്ഷകരിലേക്ക് സംവദിക്കാനാവാത്ത തരം ശബ്ദമാണ്. കോടിക്കണക്കിന് രൂപയാണ് നവകേരളം എന്ന പേരിൽ ദൂർത്തടിക്കുന്നത്. ജനം പട്ടിണിയിലാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. ആ അഭിമാനം വിറ്റ് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പാടിലാണ്. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജനകീയ സദസ്സല്ല. ഇത് പ്രതിരോധിക്കപ്പെടേണ്ടതാണ്. ഇത് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റടിക്കുന്ന പരിപാടിയാണ്. ഇതെന്താ സംഭവം? ജനകീയ സദസ്സാ. ഇതാണ് ജനകീയ സദസ്സിന്റെ നേരിട്ടുള്ള കാഴ്ച. അല്ല, ഇതൊക്കെ ഇവിടുത്തെ അല്ല
ഇത് ആറ്റിങ്ങലിലെ പൗരാവലി അല്ല, ഇതെന്ത്? നാളത്തെ നവകേരള സദസ്സിനെ വരവേൽക്കുകയാണ്. ഇതോ ഇത്. ഇത്രയും ശബ്ദത്തിലോ ആ, ശബ്ദത്തില്. നാട്ടുകാർ പട്ടിണി കിടക്കുമ്പോൾ ഇത് ശബ്ദത്തിൽ. നാട്ടുകാർ പട്ടിണി കിടക്കുമ്പോൾ അവരാണ് ഇവിടെ നിയമം പാലിക്കുന്നത്. ഓർഡർ എവിടെ? അരുൺകുമാർ. മൈക്ക് ഓർഡർ എവിടെ? മൈക്ക് ഓർഡർ എവിടെ? ഈ മൈക്ക് ഓർഡർ എവിടെ? അത് സർവ്വ നിയമം. 7 മണിക്ക് അരുൺകുമാർ. ഇവിടുത്തെ മുഴുവൻ നിയമങ്ങളും കാറ്റിപ്പുറത്ത് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മുഴുവൻ നിയമങ്ങളും ജില്ലയിലേക്ക് വന്നു ഇറങ്ങിയതുകൊണ്ട് ഇവിടുത്തെ യൂത്ത് അവരുടെ സന്തോഷത്തിന്റെ ഭാഗമായി വെച്ചതാണ്. അത് അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ തുടങ്ങി. അതൊന്നും ഒരിക്കലും ഇവിടുത്തെ യൂത്ത് ചെയ്താണ്. അതൊന്നും ഒരിക്കലും ഇവിടുത്തെ സർക്കാരിന്റെ പൈസ എടുത്തോണ്ടല്ല. അത് അങ്ങനെ കാണും. ഇവർക്കിത് കഴിയില്ലെന്നേ. ഇവർ ഇത് തകർന്നു നിൽക്കുകയാണ്. ഈ നവകേരള സദസ്സ് തുടങ്ങിയതിന്റെ ജനപങ്കാളിത്തങ്ങൾ തകർന്നു നിൽക്കുകയാണ്. 53 കൃഷിക്കാർ യൂത്തിന് എന്തുമാകാം. എല്ലാ സർവ്വ സുരക്ഷാ പാലിക്കുമ്പോൾ ഒരാൾ പോലും ഹെൽമെറ്റ് ഇട്ടാതെയാണ് ഇന്ന് നവകേരള യാത്രയ്ക്കൊപ്പം ഈ ബൈക്കിൽ വരുന്നത്. നമ്മളെല്ലാം സുരക്ഷ ഒരാൾ ഹെൽമെറ്റ് ഇടാ. ഞാൻ ഹെൽമെറ്റ് ഇടാതെ ബൈക്ക് റാലി ഇപ്പോ ലംഘിച്ചുകൊണ്ട് ബൈക്ക് അന്ന് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇതെല്ലാം ചട്ട ലംഘനമാണ്. ഇതൊക്കെ പതിവല്ലേ? ഇതൊക്കെ അല്ലല്ല. ആഘോഷങ്ങളിൽ നമ്മൾ എത്ര ആഘോഷങ്ങളിൽ അതൊന്നും തർക്കിക്കില്ല. ആഘോഷിക്കാനുള്ള അതൊന്നും തർക്കിക്കരുത്. യഥാർത്ഥത്തിൽ ആഘോഷങ്ങളുടെ ഇതെല്ലാം അങ്ങനെയല്ല. ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നു വരുമ്പോ ഇവിടത്തെ ജനം ഇത് ആഘോഷമാക്കി മാറ്റി. ഇവിടത്തെ യുവജനവും അത് ആഘോഷമാക്കി മാറ്റി. അതാണ് നമ്മൾ കണ്ടത്. യുവജനങ്ങളുടെ ആഘോഷം. യുവാക്കൾ ഇന്ന് മദ്യലഹരിയിലും മാഫിയാണ്, മയക്കുമരുന്ന് മാഫിയാണ്. പിടിക്കപ്പെടുന്ന ആളുകൾ ആരെന്നറിയാം? ഇവരെ സംസ്ഥാന സെക്രട്ടറിയുടെ മനസ്സിലായില്ലേ? മലപ്പുറത്ത് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ട് വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടവരാണ് നിങ്ങൾ. അപ്പൊ അത് പറയണ്ട, അത് നിങ്ങൾ പറയണ്ട. കണ്ണൂര് രണ്ടുപേരെ കൊല ചെയ്യപ്പെട്ടു. മലപ്പുറത്ത് വ്യാജന്മാരായി പ്രസിഡന്റ് രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് അതെന്താ അങ്ങനെ പറയാത്തത്? നാളത്തെ തലമുറയ്ക്ക് ഒരു കുഴപ്പമില്ല. നാളത്തെ തലമുറ നന്നായി മുന്നോട്ട് പോകും. ഈ ഗവൺമെന്റ് ഒരു കുഴപ്പമില്ല. യൂത്തിന് നേരെ കാര്യം ചോദിക്കട്ടെ. അതായത് പറയുമ്പോ ഫാക്ച്വൽ എറർ ഉണ്ടാവരുത്. പത്തനംതിട്ടയിലാണ് കഞ്ചാവ് പിടിച്ച കാര്യം പറഞ്ഞു. അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് പറയുന്ന കേൾക്കൂ. അതിൽ ആരാണ് പ്രതിയായത്? സഹോദരൻ. ഓക്കെ, നിക്ക്. ഇനി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരെന്താ? ശിവശങ്കർ. എന്താ ശിവശങ്കറോ? പൊളിറ്റിക്കൽ സെക്രട്ടറിയോ? ശിവശങ്കർ അല്ല, ശിവശങ്കർ അല്ല, ശശി ആണോ? അദ്ദേഹത്തിനെതിരെയുള്ള കേസ് എന്തായിരുന്നു? പാർട്ടി കോടതി പരിഹരിച്ച കേസ് എന്തായിരുന്നു? ഏത് കേസ്? എന്തോ അറിയില്ല. വ്യക്തതയില്ല. പറയും. തീവ്രത കൂടിയ കേസ് കേരളത്തിലെ CPM നേതാക്കന്മാർ പലരും തീവ്രത കൂടിയ കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ MLA പാലക്കാട് MLA അറിയാമോ? ഇങ്ങനെ നിരവധി നേതാക്കന്മാരാണ് തീവ്രത കൂടിയത്. അല്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ. അല്ല, ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടത്തെ യൂത്ത് കോൺഗ്രസിന്റെ ആളുകളായി വ്യാജന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരാ BJP? മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു BJP ഓഫീസിലായിരുന്നു ജോലി ചെയ്തത്. ഓഫീസിലാണ് ജോലി ചെയ്തത്. BJP ഓഫീസിലാണ് ശേഷം എവിടെ ജോലി ചെയ്ത്? മുഖ്യമന്ത്രിയുടെ കടത്തിയതിനു ശേഷം ജോലി കടത്ത് നടത്തിയത് ആരുടെ ഓഫീസിൽ? ഏത് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തത്? ഓഫീസിലല്ലേ ജോലി ചെയ്തത്? ശിവശങ്കരൻ IAS ഇപ്പോഴും ശിവശങ്കർ IAS മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളല്ലേ? ഇപ്പോഴങ്ങനെ പിന്നെ സസ്പെൻഷൻ അല്ലേ? തിരിച്ചു വരും. തിരിച്ചു വരാതിരിക്കില്ലല്ലോ. റിട്ടയർമെന്റ് ആയാലും എടുത്തു വെക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ മുഖ്യമന്ത്രിക്ക് 2 ഗൺമാന്മാരുണ്ടല്ലോ, സന്ദീപും അനിലും. 2 ആറ്റം സാധനങ്ങളെന്നാണ് പറയണത്. സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രി അവരെ സംരക്ഷിക്കില്ല. അവരുടെ വീട് ഇപ്പൊ സംരക്ഷിക്കാൻ അതുകൊണ്ടാണ് ഇറങ്ങേണ്ടി വന്നത്. ഒരു കാര്യം, അധികാരമുണ്ട്. കെ സുധാകരന്റെ ഗൺമാൻ 1993 നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്ന സ്ഥിതിവിശേഷം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗൺമാനാണ്.
പിന്നെന്തോ അല്ല അതെന്താണ് പോലീസാണ് രാമനെയും സുലൈമാൻ എന്ന് പറയുന്ന ചന്ദനത്തോപ്പിലെ പാവപ്പെട്ട തൊഴിലാളികൾ വെടിവെച്ച് വന്നത്. അറിയോ? സംഭവങ്ങളുണ്ട് സഖാവേ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കൂത്തുപറമ്പ് വെടിവെച്ചാരാ? കൂത്തുപറമ്പിൽ വെടിവെച്ചാരാ? കൂത്തുപറമ്പിൽ 5 രക്തസാക്ഷികളാണ് ഡിവൈഎഫ്ഐക്കാരെ കോളേജുകൾക്കെതിരായി നടന്ന സമരമാണ്. ഈ മുഖ്യമന്ത്രിയുടെ മകള് ഇവിടെ താങ്കളുടെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ അതിലേക്ക് പോകരുത്. അതിൽ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഗുണമുണ്ട്. ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ജനങ്ങളടുത്തേക്ക് വരുന്നു. നാളിതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അല്ല, നാളിതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പുതിയ വ്യവസായ ശാലകളോ വിദ്യാഭ്യാസ കേന്ദ്രം എന്തെങ്കിലും ആരംഭിക്കാൻ തീരുമാനമായോ? ഒന്നുമില്ല. മുഖ്യമന്ത്രിയും പൗരപ്രമുഖന്മാരും എന്ന് പറയുന്ന പാർട്ടിയന്മാർ ആഹാരം കഴിച്ച് പിരിഞ്ഞതല്ലാതെ കേരളത്തിന് 10 പൈസയുടെ ഗുണമില്ല. ഇവർ അടച്ചുപൂട്ടിയ ഒന്നൊന്നായി ഞങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പുനലൂർ പേപ്പർ മില്ല് ഒരു ഉദാഹരണം. എത്ര ഉദാഹരണം പറയാം? അടച്ചുപൂട്ടിയ ടയർ ഫാക്ടറി മില്ല് ഉൾപ്പെടെ എത്ര സ്ഥാപനങ്ങൾ തുറന്നു. കശുവണ്ടി മേഖലയിൽ പുതിയ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്ന ഏർപ്പാട് വന്നിട്ടുണ്ട്. ആ രംഗത്തേക്ക് യന്ത്രവൽക്കരണം വന്നിട്ടുണ്ട്. മാൻ പവർ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് തോട്ടണ്ടി പൊളിച്ച് അണ്ടിയാക്കുവാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തൊഴിൽ സാധ്യത കുറഞ്ഞിട്ടുണ്ട്. അത് സാങ്കേതിക വിദ്യ വികസിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. കുറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല, പൂർണ്ണമായും കുറഞ്ഞു കഴിയില്ല. പണ്ടുണ്ടായിരുന്നത് പോലെ കുടിവെറുപ്പ്, മറ്റു കാര്യങ്ങൾ, അങ്ങനെ അനുബന്ധ ജോലികൾ അത് കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റം അറിയാത്തതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇതെല്ലാം പറയുന്നത്. ഞാൻ പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കശുവണ്ടി ഫാക്ടറികൾ തുറക്കാൻ കഴിയുന്നില്ല. അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. അവർ പട്ടിണിയിലാണ്. അടഞ്ഞു കിടക്കുന്ന ഒരു ഫാക്ടറി പറയും. അവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പറയാനുള്ളത് എത്രയാ മണ്ഡലത്തിൽ പറയൂ. നാവായിക്കുള്ള സമരം നടക്കുകയല്ലേ? നാവായിക്കുള്ള ഫാക്ടറി സമരം നടക്കുകയല്ലേ? ചർച്ച അവസാനിക്കുമ്പോൾ ചോദ്യം അർജുൻ ചോദ്യം. ഒറ്റ കാര്യം, അതായത് ഗവർണർ വിഷയത്തിൽ UDF നിലപാട് എന്താണെന്ന കാര്യത്തിൽ ഇപ്പോഴും UDF അണികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കട്ടെ. എന്താണ് UDF പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതാവായ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്? ഇക്കാര്യത്തിൽ സർക്കാരും ഗവർണറും പക്വപരമായ ഒരു സമീപനം സ്വീകരിക്കണമെന്ന് പറയുന്നു. അതേ ഭാഗത്ത് KPCC അധ്യക്ഷന്റെ പ്രതികരണം എന്തായിരുന്നു? സംഘപരിവാർ അനുകൂലികളെ സെനറ്റിലേക്ക് നിർദ്ദേശിക്കുന്നത് കോൺഗ്രസിന് തർക്കമില്ല, അതിന് എതിർപ്പില്ല എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞു. പിന്നീട് അത് വിവാദമായ സമയത്ത് അദ്ദേഹം തിരുത്തുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെയാണ്. എന്താണ് UDF ഗവർണർ വിഷയത്തിലുള്ള നിലപാട് എന്നുള്ളത് കേരളം അറിയാൻ ആഗ്രഹിക്കുന്നു. വ്യക്തമായി പറയണം. ഒരാളിന് യോഗ്യതയുണ്ടെങ്കിൽ എടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ മാത്രമാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനൊന്നും പറയണം. സംഘപരിവാറുകാർ ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. അത് അദ്ദേഹം അത് തിരുത്തിയല്ലോ. സംഘപരിവാറുകാരിൽ നല്ലവരുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ലേ? എല്ലാരും പറയും. ഞാൻ ചേട്ടെ പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രി എന്ന്. ശരിക്കും KPCC പ്രസിഡന്റ് അങ്ങോട്ട് പറഞ്ഞോ? ഇല്ലല്ല, നരേന്ദ്രമോദി പറഞ്ഞില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടില്ലേ? നല്ല പ്രധാനമന്ത്രി ആണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ലേ? ശരി, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം അർജുൻ. ഇന്ന് MM ഹസൻ പറഞ്ഞത്, ഈ MM ഹസൻ ഇന്ന് പറഞ്ഞ കാര്യം, ചത്ത 4 പേർ കൂടണമെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങണം എന്ന PR ടീമിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് നവകേരള സദസ്സ് എന്നാണ്. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര കണ്ടിട്ടാണ് ഇത്തരം ഒരു ആശയം ഉണ്ടായതെന്നും പറയുന്നു. നിങ്ങൾ ഈ നവകേരള സദസ്സ് ബഹിഷ്കരിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങളുടെ ആവശ്യം എന്താണ്? അത് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടല്ല ഈ നവകേരള സദസ്സ്. ഒരു കാരണമുണ്ടോ? ജനങ്ങളുമായി ബന്ധപ്പെടുന്നില്ല. കൈവീശി കാണിച്ചാലില്ല. അമ്പിളി അമ്മാവൻ കാണിക്കും പോലെ കൈവീശി കാണിച്ചാൽ അതുകൊണ്ട് ബഹിഷ്കരിക്കൂ. ജനങ്ങളുടെ വിഷയങ്ങളല്ല. അഭൂതപരമായിട്ട് കാശ് കൊടുത്താൽ ആളിനെ കിട്ടും. ഈ പറഞ്ഞ കുടുംബശ്രീയെ കിട്ടും. ജനസമ്പർക്കം അങ്ങനെ ആയിരുന്നില്ല. ജനകീയ പരിപാടിയായിരുന്നു. മുഖ്യമന്ത്രി ജനങ്ങളെ നേരിട്ട് കണ്ട് പരാതി സ്വീകരിച്ച് പരിഹാരം കാണുകയായിരുന്നു.
പ്രവീണ ചോദ്യം. ഒരു ചോദ്യം. പ്രതിപക്ഷത്തിന് ഈ ഭരണപക്ഷം, അതായത് 7.5 വർഷം കൊണ്ട് ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കാര്യം പറഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ ശിവശങ്കർ വിഷയം ഉണ്ടായിരുന്നു. അതൊക്കെ എന്തായി? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഒറ്റ മിനിറ്റ് സ്വപ്നയുടെ കേസ് കൊണ്ടുവന്നപ്പോൾ പറയട്ടെ, സ്വപ്നയുടെ കേസ് കൊണ്ടുവന്നു, ഈന്തപ്പഴം കൊണ്ടുവന്നു, ഇതൊക്കെ എവിടെ പോയി? അത് കേസ് നടക്കുകയല്ലേ? കുറ്റപത്രം സമർപ്പിച്ചു, അതിന് ആരുമില്ല. കുറ്റപത്രമൊക്കെ പോയി. സ്വന്തം കണത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ പേരില്ല, ഈന്തപ്പഴത്തിനകത്ത് KT ജലീലിന്റെ പേരില്ല. ഭരണഘടനയെ കുറിച്ച് കുന്തം കുടച്ചക്കളെന്ന് പറയാൻ നിങ്ങളും ഞാനും എല്ലാം കണ്ടവരല്ലേ? തിരുത്തി. കോടതി എന്താ പറഞ്ഞത്? കോടതി പറഞ്ഞ് തെളിവില്ല എന്ന് പറഞ്ഞു. തെളിവില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ അവഹേളന സദസ്സ് എതിർക്കുന്നത് സജി ചെറിയാൻ പറഞ്ഞുകൊണ്ടല്ലോ, ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ലത്. ഇത് PR വർക്കുമായി ബന്ധപ്പെട്ട് കുറെ ആളുകളെ കൂട്ടി ജനങ്ങൾ ഈ പക്ഷത്തുണ്ട്, ജനങ്ങളുടെ സർക്കാരിനോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി, പറഞ്ഞു പറയിക്കുന്നതിന് വേണ്ടിയുള്ള സദസ്സായി ജനം പട്ടിണി കിടക്കുന്നു. ഒരു പ്രതികരണം കൂടി. ചേട്ടാ എന്തോ പറയാൻ വന്നു. മാത്രം പറയാനല്ല, നമ്മൾ പറയണം, ഈ രാജ്യത്ത് ഈ ഗവൺമെന്റിനെതിരായിട്ട് ചാനലുകളും മൊത്തം ഒറ്റക്കെട്ടായിട്ട് പറയുന്നു. അപ്പൊ ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ജനസദസ്സ് ഉണ്ടാക്കുന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജനങ്ങളോട് പറയാനുള്ള തുറന്നു പറയണം. അല്ലാതെ ഈ ചാനലുകൾ പറയുന്നത് മാത്രമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ജനസദസ്സല്ല, അത് മാത്രമല്ല ജനസമ്പർക്ക പരിപാടിയും നവകേരള സദസ്സുമായി കമ്പയർ ചെയ്ത് പറഞ്ഞു. ഇവിടെ ഓൺലൈനായിട്ട് പിണറായി സഖാവ് നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അത് മാത്രമല്ല ഒട്ടനവധി കാര്യങ്ങൾ, അത് മാത്രം എല്ലാ ജനങ്ങളോട് സംവദിക്കാനും ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പറയാനും വേണ്ടി, അത് മാത്രമല്ല തീർന്നില്ല, നമ്മൾ ഓൺലൈനായി ചെയ്ത കാര്യങ്ങളാണ് ജനലക്ഷങ്ങളെ വിളിച്ച് വരുത്തിയിട്ട് ഉമ്മൻചാണ്ടി ചെയ്തിട്ടുള്ളത്. ഈ നവകേരള സദസ്സിൽ 10,000 അണിനിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം തന്നെ തുടക്കത്തിൽ പിണറായി വിജയൻ വരുന്ന ആ സമയത്ത് ആ ബസ് കാണാനും കൂടുതൽ അത് കാണാൻ ആൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു 5 മിനിറ്റ് പിണറായി വിജയന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ നിൽക്കുന്നില്ല. ആളുകൾ ഇറങ്ങി പോകുന്നതിന്റെ വിഷ്വൽ അടക്കം ഇന്ന് നമ്മളെടുത്തിട്ട് ഇന്ന് പത്രങ്ങളിലും ആ വാർത്തയുണ്ട്. പിണറായി വിജയൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ ആൾ ഇരിക്കുന്നില്ല, കാണാൻ ആളുണ്ട്. ശരി. നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 2 നാളുകൾ മാത്രമാണ്. ആദ്യ യാത്ര ആരംഭിച്ചത് മഞ്ചേശ്വരത്ത് നിന്ന്. പൈവിളിയിൽ നിന്ന് ആരംഭിച്ച യാത്ര പുറപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ 10% താഴെ പരാതികളാണ് പരിഹരിച്ചതെന്ന് കണക്കുകൾ പറയുന്നു. ഇനി 15 ദിവസമാണ് സർക്കാരിന്റെ ഡാഷ്ബോർഡിലുള്ളത്. 45 ദിവസത്തിനുള്ളിൽ ബാക്കി പരാതികൾ പലതും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പരിഹരിച്ചുവെന്ന് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അതിന് സർക്കാരിന് കഴിയുമെന്ന വിശ്വാസത്തിൽ ആറ്റിങ്ങലിൽ നിന്നും ജനസഭ വിട പറയുന്നു.